ഹലോ, അങ്ങനെ ഇതാ നമ്മൾ ഈ കുന്നും മലയും എല്ലാം താണ്ടി ഇതാ നമ്മുടെ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. മിസ്റ്റി ഗ്രീൻ ഹിൽസ് എന്നായിരുന്നു നമ്മുടെ റിസോർട്ടിൻ്റെ പേര്. നല്ല അടിപൊളി ആംബിയൻസ് ആയിട്ടുള്ള ഒരു റിസോർട്ടായിരുന്നേ. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാനാണ് കൂടുതലായിട്ടുള്ള സാധനങ്ങളുണ്ടായിരുന്നത്. എന്തായാലും ആംബിയൻസ്. അങ്ങനെ ഞങ്ങൾ ചെന്ന് ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവർ നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ തന്നു. അങ്ങനെ ഇതാ പിള്ളേർ അവരുടെ പരിപാടി തുടങ്ങി. അവർ ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ചെറിയ പീക്കിരി കുട്ടികളാണ്. നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് കുറച്ചും കൂടെ പ്രിഫറൻസ് കൊടുത്തിട്ടാണ് കോട്ടേജ് ബുക്ക് ചെയ്തത്. അവരുടെ കംഫർട്ട് സോൺ നോക്കിയിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കെട്ടിയും ബാണ്ടും എല്ലാം എടുത്തിട്ട് ഞങ്ങളിതാ താഴോട്ട് പോവാണ്. താഴോട്ടുള്ള ഒരു കോട്ടേജാണ് ഞങ്ങൾ 6 പേർക്കും വേണ്ടി ബുക്ക് ചെയ്തത്. ഈ ഒരു ആംബിയൻസിൻ്റെ അമ്മ ഒരു രക്ഷയില്ല. ഈ ചൂടത്തുനിന്ന് നല്ലൊരു ആശ്വാസം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ കോട്ടേജ്. ഇതതിൻ്റെ ചുറ്റൂറുള്ള കാഴ്ചകളാണ്. ഇതിൻ്റെ താഴോട്ടേക്കാണ് കുറേ ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി അങ്ങനെ കണ്ടൊന്നുമില്ല. ഇവിടെ നിന്ന് ജസ്റ്റ് നോക്കി കണ്ടേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സാധനങ്ങളും എല്ലാം കോട്ടേജിൽ വെച്ച് സെറ്റായി. എയർപോർട്ട് അടുത്തായതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിന് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. എല്ലാം കണ്ട് എൻജോയ് ചെയ്യുന്ന രണ്ടാൾക്കാർ. ഇപ്പം കണ്ട വിഷ്വൽ പ്ലാൻഡാന്ന് ഒരിക്കലും തോന്നില്ലല്ലോ. അതാണ് ഞങ്ങളുടെ കഴിവ്. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു മിറർ സെൽഫി എല്ലാം എടുത്ത്. കാരണം ഞങ്ങൾക്ക് ഈ 4 പേര് ഞങ്ങളൊരു ഫ്രെയിമിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ ഏതാ ഈ ചെറിയ സാധനം? ഇതിനിപ്പം ഉണ്ടാക്കിയതാണോ? നേരത്തെ റൂം ടൂർ ഒരു പരാജയമാണെങ്കിലും തൊട്ടപ്പുറത്തെ റൂം ഞങ്ങൾ തുറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതെല്ലാം നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. പിന്നെ ഇതൊരു ചെറിയൊരു കോട്ടേജാണ്. രണ്ട് റൂം അടക്കമുള്ള ഒരു ചെറിയൊരു കോട്ടേജ്. പക്ഷേ ഞങ്ങൾക്ക് 6 പേർക്ക് ഇത് വളരെ ധാരാളമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് റൂമിലിരുന്ന് ചില്ല് ചെയ്ത് വീഡിയോസൊക്കെ എടുത്ത്